ആചാര്യൻ ചാണക്യന്റെ നീതിശാസ്ത്രത്തിൽ പണമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അതില്ലെങ്കിൽ സമൂഹത്തിൽ ഒരു വിലയും ലഭിക്കില്ല. അദ്ദേഹം പറയുന്നു, സമൂഹത്തിൽ നിലയും വിലയും വേണമെങ്കിൽ പണം സമ്പാദിക്കണമെന്ന് അദ്ദേഹം തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നു. അത്തരം ചില കാര്യങ്ങളെ പറ്റി ചാണക്യൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ചാണക്യൻ ഒന്നാമതായി പറയുന്നത് ദാരിദ്ര്യത്തെക്കുറിച്ചാണ്. ഒരാളുടെ കയ്യിൽ പണമില്ലെങ്കിൽ എല്ലാവരും അയാളിൽ നിന്ന് അകന്നു മാറുമെന്ന് ചാണക്യൻ പറയുന്നു. അതുകൊണ്ടാണ് ദാരിദ്ര്യം ഒരു ശാപം പോലെയാകുന്നത്. ദാരിദ്ര്യത്തിൽ നിന്നും കരകയറാൻ കഠിനാധ്വാനത്തിലൂടെ പണം സമ്പാദിക്കണമെന്ന് അദ്ദേഹം തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. എളുപ്പവഴിയിൽ സമ്പാദിക്കുന്ന പണം നിങ്ങളുടെ ആവശ്യത്തിന് ഉതകില്ലെന്നും ചാണക്യൻ പറയുന്നു. ആചാര്യൻ ചാണക്യൻ രണ്ടാമതായി പറയുന്നത് ദരിദ്രർ എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ്. ദാരിദ്ര്യത്തെ അതിജീവിക്കാൻ വളരെ പ്രയാസമാണ്. ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ ദരിദ്രരായവർക്ക് കുടുംബത്തിൽ നിന്ന് വേറിട്ട് ജീവിതം നയിക്കാൻ പ്രയാസമാണ്. ഒരു ഘട്ടത്തിൽ ബന്ധുക്കൾ പോലും ദാരിദ്ര്യം കാരണം ഒരാളെ ഉപേക്ഷിക്കാറുണ്ടെന്ന് ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നു. ആചാര്യൻ ചാണക്യൻ മൂന്നാമതായി പറയുന്നത് ഒരു നല്ല സുഹൃത്തായാലും ബന്ധുവായാലും എല്ലാവരും പാവപ്പെട്ടവരിൽ നിന്നും ഓടിപ്പോകുന്നുവെന്നാണ്. സമൂഹത്തിൽ നിങ്ങൾക്ക് നിലയും വിലയും വേണമെങ്കിൽ ദാരിദ്ര്യം എന്ന അവസ്ഥയിൽ നിന്ന് കരകയറണമെന്നും സമ്പന്നത നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദാരിദ്ര്യമുള്ള ഒരു ചുറ്റുപാടിൽ നിന്നും സമ്പന്നതയുള്ള ഒരു ചുറ്റുപാടിലേക്ക് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഭാഗ്യം ലഭിക്കുകയുള്ളൂ എന്ന് ചാണക്യൻ പറയുന്നു. ദാരിദ്ര്യമുള്ള ഒരു സ്ഥലത്തു നിന്നും ഒരു വ്യക്തിക്ക് ഒരിക്കലും കരകയറാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പണം സമ്പാദിക്കാൻ സമ്പന്നതയുള്ള ഒരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്നും ചാണക്യൻ പറയുന്നു. ആചാര്യൻ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നത് പോലെ സമൂഹത്തിൽ എവിടെയും ഒരിടത്തു പോലും ഒരു ദരിദ്രരെയും ബഹുമാനിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒരു ദരിദ്രൻ എന്തെങ്കിലും നല്ലത് പറഞ്ഞാലും അതിന് ഒരു വിലയുമില്ല. ദാരിദ്ര്യത്തിൽ നിന്നും കരകയറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. സമ്പന്നതയെ ബഹുമാനിക്കുകയും സമ്പന്നതയ്ക്കു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. ചിന്തകളിലൂടെ സമ്പന്നതയെ ആശ്ലേഷിക്കുമ്പോൾ നമ്മളിലേക്ക് അത് എത്തിച്ചേരുമെന്നും ചെയ്യുന്ന ഏത് തൊഴിൽ മേഖലയിലും അതിനെ പൂർണ്ണ സമർപ്പണ ബോധത്തോടെ ചെയ്യുകയും അതിനെ കൂടുതൽ പഠിക്കുകയും ചെയ്യുക. ഉയർന്ന മേഖലയിൽ എത്തിച്ചേരണമെങ്കിൽ ഏതു കാര്യത്തിലും പഠനം ഒരിക്കലും അവസാനിപ്പിക്കാൻ പാടില്ല എന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. സർവ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ.